നമസ്കാരം. എല്ലാ കൃഷിക്കാർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. എൻ്റെ പേര് ഭൂപതി എന്നാണ്. എൻ്റെ വീട് പാലക്കാട് പുതുശ്ശേരി പഞ്ചായത്തിലാണ് ഞാൻ താമസിക്കുന്നത്. ആളിയാറിൽ എനിക്ക് 6 ഏക്കർ കൃഷിയുണ്ട്. അത് എല്ലാം തെങ്ങും തോപ്പാണ്. ഇപ്പോൾ ഞാൻ ഒരു 2 വർഷമായിട്ട് അതിൽ ഒരു 4 ഏക്കറിൽ ഞാൻ കവുങ്ങ് ഒരു 600 എണ്ണവും 150 ജാതിക്കായും താഴോട്ട് വന്നിട്ട് 2 ഏക്കറിൽ ഹൈബ്രിഡ് ഇളനീരും ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ വന്നിട്ട് 23 വർഷമായി. 23 വർഷത്തിന് മുമ്പാണ് ഞാൻ ഇത് മേടിച്ചത്. അന്ന് എല്ലാം തെങ്ങായിരുന്നു. പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല. അന്ന് പണിക്കാരുടെ കാര്യങ്ങളെല്ലാം നമുക്ക് വളരെ വൃത്തിയായിട്ട് കിട്ടിക്കൊണ്ടിരുന്നു. പണിക്കാരൻ്റെ ബുദ്ധിമുട്ട് വലിയ കാര്യമായിട്ട് നമുക്ക് ബാധിച്ചില്ല. അന്ന് അച്ഛനമ്മയും ഉണ്ടായിരുന്നതിൻ്റെ ഒരു സപ്പോർട്ടോട് കൂടിയിട്ട് ഞാനും മില്ല് ജോലിയും പിന്നെ വിദേശത്തും KSRTCയിലൊക്കെ ജോലി ചെയ്തിട്ട് നിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഭാഗം നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യം വന്നിട്ടേ ഇല്ല. കൃഷി ഭാഗം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്താ സംഭവിച്ചത് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ 2016 കൂടി വിദേശത്ത് നിന്ന് വന്നു. അച്ഛനത് കുറച്ച് വയ്യാണ്ടായി. ഞാൻ തന്നെ എടുത്ത് കൃഷി നടത്താനുള്ള ഉദ്ദേശത്തിലേക്ക് മാറി. അപ്പോഴും പണിക്കാരെയൊക്കെ വെച്ചിട്ടൊക്കെ ആയിരുന്നു കാര്യങ്ങൾ. അതങ്ങനെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ അടുത്തായിട്ട് ഒരു 4 വർഷങ്ങളായിട്ട് ഇപ്പോൾ പണിക്കാരെ കിട്ടുന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടും സ്ഥിരമായിട്ട് ഒരാൾക്കാരെ കിട്ടാത്ത ഒരു ബുദ്ധിമുട്ടും. നമ്മുടെ ഈ ഭാഗം പറയുന്നത് ആളിയാർ പണപ്പള്ളം എന്ന് പറയുന്ന സ്ഥലമാണ്. വന്യമൃഗങ്ങളുടെ ശല്യം കൂടുതലുള്ള ഒരു ഭാഗമാണ്. ഈ വന്യമൃഗങ്ങളുടെ ശല്യങ്ങളും കൂടുതലുള്ള സമയത്ത് പണിക്കാരില്ലാത്തതിന് ബുദ്ധിമുട്ടും പിന്നെ ഈ വെള്ളം തിരിക്കൽ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. 8 ഏക്കറോളം കാര്യം. 8 ഏക്കർ ഞാൻ വെള്ളം തിരിക്കണമെങ്കിൽ എനിക്ക് ഏകദേശം 2 ആഴ്ചത്തോളം സമയം വേണ്ടി വരും. അതിനിടയ്ക്ക് സപ്ലൈ പോകുക അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ. അതേ സമയത്ത് ഞാൻ പാലക്കാട്ടിൽ നിന്ന് എൻ്റെ കുടുംബത്തിനെ വിട്ടിട്ട് ഞാൻ ഇവിടെ വന്ന് ഈ കുറേ വർഷങ്ങളായിട്ട് ഞാൻ ഇവിടെ കിടന്ന് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്താണ് ഇതിനൊരു നമുക്കൊരു സൊല്യൂഷൻ എന്താണെന്ന് നമ്മളിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഈ ഓട്ടോമൈസേഷൻ വാൽവ് സിസ്റ്റം എന്നിട്ടുള്ള രീതിയിൽ ഞാൻ യൂട്യൂബിലും നമ്മുടെ നെറ്റിൽ കൂടിയും നമ്മുടെ ന്യൂസിലും അങ്ങനെയൊക്കെ കണ്ട് ഇതെന്താണ് ഇതിൻ്റെ സംഭവം, ഇതാരാണ് ബെസ്റ്റായിട്ട് ചെയ്യുക എന്നുള്ളൊരു അന്വേഷണത്തിൽ കൂടി നടക്കുമ്പോഴാണ് നമ്മുടെ കുറച്ച് കൂട്ടുകാരുടെയും പിന്നെ യൂട്യൂബിൽ കൂടിയിട്ടും കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അതിൽ ബെസ്റ്റായിട്ടുള്ള ആൾക്കാരാണ്. ഞാൻ എല്ലാ കമ്പനിക്കാരോടും വിളിച്ച് കൊട്ടേഷനും അവരുടെ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചതിൽ നയാഗ്ര അവരാണ് എനിക്ക് ബെസ്റ്റായിട്ട് കിട്ടിയ ആൾക്കാർ.